തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെ ഒരു കാര്യം ഉറപ്പാകുന്നു. ബി ജെ പിക്ക് ജയമൊരുക്കി കൊടുക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാമുദായിക വിഭാഗത്തിന് സാധ്യമാകുമെങ്കിൽ അത് ബി ജെ പി തന്നെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ക്രിസ്തീയ വിഭാഗത്തിനാണ്. അപ്പോൾ ബി ജെ പിയെ അല്ല ഭയക്കേണ്ടത് CPM. ബി ജെ പിയെ വിജയിപ്പിക്കുന്ന ക്രിസ്ത്യൻ സഭയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സഭയുടെ മുഖമായി വർഗീസ് മാറുമ്പോൾ വർഗീസിനോടൊരു കടുത്ത നിലപാട് എടുക്കുക എന്നത് ബുദ്ധിപരമല്ല. രാഷ്ട്രീയ തന്ത്രം വെച്ച് നോക്കുമ്പോൾ CPIക്ക് പക്ഷേ അതിൽ വൈകാരികമായി ക്ഷോഭിച്ചേ പറ്റൂ. കാരണം CPIയെ സംബന്ധിച്ച് കേരളത്തിൽ അപൂർവമായി അവർക്ക് ശക്തിയുള്ള ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ CPIയുടെ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ നിലപാട് തന്നെ എടുക്കേണ്ടതുണ്ട് അവർക്ക്. പിന്നെ എപ്പോഴും ഒരു തിരുത്തൽ ശക്തി എന്ന റോളിലാണല്ലോ CPI നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലും ആ രീതി അവർ തുടരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വർഗീസ് ആരാണ് എന്നതാണ്. വർഗീസ് വന്നാൽ ഇതൊക്കെ സംഭവിക്കും, ആ ബോധ്യം CPMനുണ്ട്, CPIക്കും അതുണ്ടെന്നേ. പക്ഷേ അതിപ്പോൾ ആ രൂപത്തിൽ സമ്മതിക്കാനുള്ളവരുടെ ഒരു വിസമ്മതം മാത്രമാണത്. ഇദ്ദേഹം ഒരു കോൺഗ്രസ് റിബലായിരുന്നു അല്ലേ, അങ്ങനെ വരികയും ജയിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ ആ ജയത്തിൻ്റെ ഒരു പ്രത്യേകത വർഗീസിന് ഗുണകരമായത് അവിടുത്തെ കക്ഷി നിലയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. 55 അംഗങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന കക്ഷികളുടെ നില വെച്ച് നോക്കുകയാണ് എങ്കിൽ 24 എന്നതാണ്, 6 എന്ന് പറയുന്നത് BJPയുമാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വ്യത്യാസം വന്നാലും ഇതിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ മാറി മറിയും. അപ്പോൾ അതുകൊണ്ട് CPMനെ സംബന്ധിച്ച് പാർലമെൻറ്റ് പോയി പരമപ്രധാനമാണ് ഇത് പോകാതിരിക്കുക എന്നതും, കോർപ്പറേഷൻ പോകാതിരിക്കുക എന്നതും. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനുള്ള പ്രായോഗിക ബുദ്ധി വർഗീസിനുമുണ്ടല്ലോ. വർഗീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇതൊരു വലിയ സാധ്യതയെ കാണുന്ന ആളുമാണല്ലോ. ആ രാഷ്ട്രീയമായി അദ്ദേഹവും മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വർഗീസിനോട് ബലം പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് എൻ്റെ മുമ്പിൽ ഒരു കേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ എന്ന് മാത്രവുമല്ല, എന്താണ്, ലോകരക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു, ലോകരക്ഷകൻ്റെ പിറവിക്കായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ വരുമ്പോൾ ഞാൻ ലോകരക്ഷകനെ കാത്തിരിക്കുകയാണോട് സുരേന്ദ്ര പോ എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ നല്ല നർമ്മത്തോടുകൂടി വർഗീസ് പറയുന്നുണ്ടായിരുന്നു. ഈ കേക്കിൻ്റെയും ഈ പറയുന്ന ആശംസാ കാർഡിൻ്റെയും ഒക്കെ ഒരു ഗുണമെന്ന് പറയുന്നത് വാങ്ങുന്നവർക്ക് അത് ഒരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയും. അപ്പോൾ വാങ്ങുന്നവർക്ക് പ്രതിരോധത്തിൽ പോകേണ്ട കാര്യമില്ല. അതാണല്ലോ BJPക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സാധ്യത. അപ്പോൾ ആ സാധ്യത BJP ഉപയോഗിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ കാർഡും ഈ പറയുന്ന സ്നേഹ സന്ദേശ യാത്രയും ഒക്കെയായി. അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെ വർഗീസ് പറയുമ്പോൾ CPMന് ഒന്നും എതിർത്ത് പറയാൻ കഴിയില്ല. കാരണം CPMൻ്റെ കൗൺസിലർമാർ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞല്ലോ, ഒരു മര്യാദയുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിലാണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ BJPയുടെ കെണിയിൽ വീണിട്ടില്ല എന്ന് വർഗീസ് പറയുന്നുമുണ്ട്. ഇങ്ങനെ CPMന് ഇപ്പോൾ സംസാരിക്കാൻ അവിടെ കഴിയൂ. അതെന്താണെന്ന് വെച്ചാൽ അത് പ്രത്യേകമായി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. അത് തൃശ്ശൂർ കോർപ്പറേഷനിലെ കക്ഷി നിലയുമായി മാത്രം ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന പ്രതിസന്ധി അല്ല. അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം അത് സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണ്. പിന്നെ വർഗീസിനെതിരെയുള്ള ഏത് നീക്കവും സഭയ്ക്കെതിരെയുള്ള നീക്കമാകും. അത് കൂടുതൽ BJPയുടെ അവസരങ്ങളെയും സാധ്യതകളെയും അവിടെ കൂട്ടുകയായിരിക്കും ചെയ്യുക. ആ കരുതലും CPMന് എടുക്കേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ പക്ഷേ CPMൻ്റെയും CPIയുടെയും ഈ ഭിന്ന നിലപാടുകൾ ഗുണകരമാണ്. കാരണം സഭയെ എതിർക്കുന്നു, അല്ലെങ്കിൽ സഭയുടെ ഈ BJP ബാന്ധവത്തെ എതിർക്കുന്നു, അത് ഇടതുപക്ഷം എതിർക്കുന്നു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. കാരണം CPI അത് ഏറ്റെടുക്കാനുണ്ട്. CPM അത് ചെയ്യുന്നില്ല എന്നൊരു CPM നിലപാടിനകത്തുള്ള വ്യത്യാസത്തെപ്പറ്റിയേ നമുക്ക് തർക്കിക്കാൻ കഴിയൂ. ഇടതുപക്ഷത്തിൽ CPI അവർക്ക് പ്രാമുഖ്യമുള്ള ഒരു ജില്ലയിൽ കർക്കശമായൊരു നിലപാട് എടുക്കുന്നുണ്ട്. CPM എന്തേ അത് എടുക്കാത്തത് എന്ന് തുടർച്ചയായി അവർ ചോദിക്കുന്നുണ്ട് എന്നൊരു സാധ്യത അവിടെ ഉണ്ട്.